ഹലോ. അപ്പോൾ അമ്പലം ട്രിപ്പ് പോയിരുന്ന വീഡിയോൻ്റെ പാർട്ട് 3 വീഡിയോ ഉണ്ട്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൂകാംബിക പോയ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്തായാലും കാണാം. അപ്പോൾ അതിനുശേഷം മൂകാംബികയിൽ പോയതിന് ശേഷം നമ്മൾ പോകുന്ന അടുത്ത ഡെസ്റ്റിനേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ മൂകാംബികയിൽ നിന്ന് വരുന്ന വഴി കണ്ടുള്ള ഒരു ചെറിയ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ വിശ്വാസം എന്താ വെച്ചാൽ മക്കളൊന്നും ഇല്ലാത്തവർ പോയി പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ജനിക്കും, അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. അപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചേച്ചിയും ചേട്ടനൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ബസ് ജസ്റ്റ് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക, അവിടുന്ന് അനുഗ്രഹം വാങ്ങുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു സ്വാമിജി നമ്മുടെ ബസ്സിൽ വന്നിട്ട് നമുക്ക് കുറച്ച് പ്രസാദവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അവിടുന്ന് അവരൊക്കെ പോയി പ്രാർത്ഥിച്ച് പിന്നെ ബസ്സിൽ കയറി നമ്മൾ പിന്നെ അവിടുന്ന് നേരെ വേറൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്. മൂകാംബികയിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ള ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. മുരുടേശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കുറേ കാഴ്ചകളുണ്ട് കേട്ടോ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് അവിടേക്കാട്ടോ പോകുന്നത്. നമ്മൾ കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് മുരുടേശ്വര. അപ്പോൾ അതിനുള്ളിലൂടെ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. ലിഫ്റ്റ് കയറിയിട്ട് 20 രൂപ ടിക്കറ്റായിരുന്നു ആദ്യം. ഇപ്പൊ ഇനി കൂടിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ നല്ല ക്യൂ ആയിരിക്കും. ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് അവിടെ കാണുന്നത്. അവിടെ ജനാലിന്റെ സൈഡിലുള്ള മുരുടേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണെന്ന് എല്ലാവർക്കും അറിയാലോ. വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന ഒരു ടീമിൻ്റെ ഒപ്പമാണ്. നമ്മുടെ ഒപ്പം ഒത്തിരി പേരുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഓരോ അമ്പലത്തേക്ക് പോകുമ്പോഴും ആ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് മൈക്കിൽ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തരും കേട്ടോ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു അമ്പലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, എന്തായിരിക്കും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് നമ്മളെല്ലാ വിസിറ്റ് ചെയ്തുള്ള അമ്പലത്തേക്ക് പോയപ്പോഴും ഇതുപോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ മുരുടേശ്വര ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അറബിക്കടലിനോട് ചേർന്നിട്ടാട്ടാ ഈ ഒരു ക്ഷേത്രവും ഗോപുരവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേക കാഴ്ച നിങ്ങൾ എന്തായാലും കാണണം. അത് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഈ അമ്പലം വിസിറ്റ് ചെയ്യാൻ തോന്നും കേട്ടോ. അപ്പോൾ മൂകാംബികയിൽ പോകുന്നവർ എന്തായാലും മുരുടേശ്വര ക്ഷേത്രം കൂടി വിസിറ്റ് ചെയ്യണം. അപ്പോൾ അമ്പലത്തേക്ക് കിടക്കുന്ന ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. ഇതാണ് ഏറെ പ്രത്യേകതകളുള്ള മുരുടേശ്വര ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഫസ്റ്റത്തെ അട്രാക്ഷൻ വരുന്നത് ഈ ഒരു ഗോപുരമാണ്. 237 അടിയിൽ കൂടുതലുണ്ട് ഈ ഒരു ഗോപുരത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുമാത്രമല്ല 20 നിലകളുള്ള ഒരു ഗോപുരമാണ് കേട്ടോ. ഇതിൻ്റെ വളരെ വലിയൊരു അട്രാക്ഷൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ കൂടെ നിങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ, അതായത് ഈ ഒരു ഗോപുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ടാണ് നമ്മൾ ആ ഒരു കാഴ്ച കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ആനകളുണ്ട് കേട്ടോ. നേരെ നമ്മൾ ഈ ഒരു ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് വേണം ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 20 രൂപ 10 രൂപയൊക്കെയാണ് ടിക്കറ്റ് വരുന്നത്. കുട്ടികൾക്ക് 10 രൂപയൊക്കെയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതാ അങ്ങോട്ട് പോവുകയാണ്. ആർ.എൻ. ഷെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടോ ഈ മുരുടേശ്വര ക്ഷേത്രം ഇങ്ങനെ നിൽക്കുന്നത്. അവരുടെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗോപുരത്തിൻ്റെ അവിടെ കാണാൻ പറ്റും. നമ്മൾ അമ്പലത്തിലേക്ക് പോയ ടൈമിൽ
ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വരിക്ക് നിന്നിട്ടൊക്കെയാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങിയതും ലിഫ്റ്റിൽ കയറുന്നതും എല്ലാം. അപ്പോൾ ഇവിടെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ മാക്സിമം എടുക്കാൻ പറ്റിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറാൻ പോവുകയാണ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ ഓരോ ഭാഗത്തുള്ള വിൻഡോസിൻ്റെ പുറമേയുള്ള കാഴ്ചകളാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടുള്ള കാഴ്ച കാണാൻ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇതാ ബാക്കിയുള്ള സ്ഥലത്തുള്ള കാഴ്ചകളൊക്കെ പോയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അറബിക്കടലിൻ്റെ അടുത്താണ് ഈ ഒരു ഗോപുരം ഉള്ളത്. അറബിക്കടലിലാണ് തൊട്ടടുത്താണ് ഈ ഒരു ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അറബിക്കടലിൻ്റെ ആ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോസിലൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ ഒന്നുണ്ടെന്ന്, അത് ഇതാണ് കേട്ടോ. ഈ 20 നിലകളുടെ മുകളിൽ ചെന്നിട്ട് നമുക്ക് ഈ വിൻഡോസിലൂടെ കാണാൻ പറ്റുന്നതാണ് ഈ മുരുടേശ്വര ക്ഷേത്രത്തിലേക്ക് തന്നെ മെയിനായിട്ടുള്ള അട്രാക്ഷനായിട്ടുള്ള ഈ ഒരു പ്രതിമ കേട്ടോ. നമ്മുടെ ശിവൻ്റെ ഈ ഒരു ശില്പം നമുക്ക് കാണാൻ പറ്റും. ഇത് 123 അടി ഉയരമുണ്ട് കേട്ടോ. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയിട്ടുള്ള ശിവൻ്റെ ശില്പമാണ് ഇത്. ഗോപുരത്തിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മളിതാ താഴേക്ക് വന്നു കേട്ടോ. നമ്മളവിടുത്തെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കണ്ട് പിന്നെ നമ്മൾ ആ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ശില്പത്തിന് അരികിലായിട്ട് പുല്ല് പിടിച്ചിട്ടുള്ള കുറേ ലാൻഡ്സ്കേപ്പിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മാത്രമല്ല സ്വർണ്ണ പൂശിയുള്ള നിരവധി ചെറിയ ശില്പങ്ങളും ഒക്കെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഭയങ്കര അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. മാത്രമേ നല്ല കടലിനടുത്താണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയാണ്. ഒന്നത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നല്ല വൃത്തിയാട്ടോ ഈ ഒരു ക്ഷേത്രം. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവരത്. മുരുടേശ്വര ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ് കേട്ടോ. നമ്മൾ അവിടെ വെച്ചിട്ടാണ് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഫുഡെല്ലാം പോകുന്ന വഴി അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇപ്പോൾ ടീംസ് തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നമ്മളിതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു സദ്യ പോലെ നമ്മളെല്ലാവരും ഇരുന്ന് കഴിച്ചു. ഇത്രയും പേരുണ്ട് കേട്ടോ നമ്മുടെ ട്രിപ്പിൽ. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെയാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയത്. കർണാടകയിലെ ഉടുപ്പിയിലുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. കൂടുതൽ ഐതിഹ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കുറേ കുഞ്ഞു പ്രതിമകളും പുസ്തകങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. അതുമാത്രമല്ല, പ്രധാന ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുള്ള ഉടുപ്പി അനന്തേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ആരാധനാ കേന്ദ്രങ്ങളും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിലായിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പ്രധാന നിർമ്മിതികളെല്ലാം കരിങ്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ വരിവരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് ഒരു കുളവും അതിലൊരു ശില്പവും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, പഴമകളിലേക്ക് പോയ പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടോ. അതായത് ആ അമ്പലത്തിൽ ചെന്ന മുതൽ നമ്മൾക്ക് എൻ്റെ വരെയുള്ള ഒരു ടൈമിൽ ഒരു അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അതിനുള്ളിൽ. എന്താ പറയുക, നല്ലൊരു തണുപ്പ്. പിന്നെ മാത്രമല്ല തൊഴുത്തൊക്കെ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. പശുക്കളും ഒക്കെ ആയിട്ട് കുറേ പശുക്കളൊക്കെ ആയിട്ടുള്ള തൊഴുത്ത്, പിന്നെ ഫുഡ് വെക്കുന്ന സ്ഥലം എല്ലാം നമ്മൾ കണ്ടു. ആ ഒരു അമ്പലത്തിനുള്ളിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എല്ലാവരും കുറേ നേരം ആ പശുത്തൊഴുത്തിൻ്റെ അവിടെ ആയിട്ടാണ് പോയിരുന്നത്. കുറേ പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ തലോടി അവരിങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ ആയിരുന്നത് അതുപോലെ ഇങ്ങനെ തൊട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒപ്പമുള്ളവരും എല്ലാവരും ആയിട്ട്.
പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഫുഡ് നിലത്തിരുന്ന് കഴിക്കുന്നതായിട്ട്. അപ്പോൾ എനിക്കതൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, അങ്ങനെ ഫുഡ് കഴിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മൾ അമ്പലത്തിൽ വന്നപ്പോൾ നമുക്കത് മനസ്സിലായി. കുറേ പേര് ഫുഡ് പ്ലേറ്റിൽ വാങ്ങി കഴിക്കുന്നതുകൊണ്ട് നിലത്ത് ഫുഡ് വിളമ്പിയിട്ട് അത് കഴിക്കുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. അപ്പോൾ അത് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് കേട്ടോ ആ ഒരു കാര്യം. ആ ഒരു തൊഴുത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് വയ്ക്കുന്ന സ്ഥലമായിട്ടാണ് കാണുന്നത്. 2 ഭാഗങ്ങളിലായിട്ടാണ് പശുക്കളെയൊക്കെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗത്ത് തന്നെ കുറേ വിറകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡ് വയ്ക്കുന്ന പ്ലേസും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റുഭാഗങ്ങളിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ആ കച്ചവടക്കാരൊക്കെ ഉള്ള ഭാഗത്ത് പോയിട്ട് കുറേ ഷോപ്പുകളുണ്ടല്ലോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്ത്. അപ്പോൾ അവിടെ പോയിട്ട് അതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ നാളുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൂമിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് മാല ഐറ്റംസ് സംഭവം വാങ്ങണം വിചാരിച്ചിരുന്നു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത് വാങ്ങാൻ വലിയ പ്രൈസൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇത് എനിക്ക് വാങ്ങി തരുന്നു. അപ്പോൾ അങ്ങനത്തെ 5 മാല എടുത്തു കേട്ടോ. 1 മീറ്റർ 1.5 മീറ്റർ ഇട്ടുണ്ട് ലെങ്ത്ത്, ഒരു മാലയ്ക്ക് 1.5 മീറ്റർ ലെങ്ത്ത് ഉണ്ട്. ജമന്തിയാണ് തോന്നി, മല്ലിപ്പൂ ജമന്തി ആ സംഭവം ആണത്. അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ആണത്. അപ്പോൾ അങ്ങനത്തെ 5 എണ്ണം വാങ്ങി, 5 ലെങ്ത് ആയിട്ടുള്ള മാല വാങ്ങി. പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. എനിക്ക് മെയിനായിട്ട് ഇത് കണ്ടപ്പോൾ എനിക്കിത് വാങ്ങണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഫസ്റ്റ് വാങ്ങിയത്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെയുള്ള കുറേ ഷോപ്പുകളുണ്ട്, കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഷോപ്പിൽ ഇതുപോലെ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഉടുപ്പി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ബസ്സിൽ കയറിയിട്ടാണ്. ബസ്സിൽ കയറിയ പിന്നെ കുറേ പാട്ടും കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മൈക്കിൽ അങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി. അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ പറയട്ടാ കേട്ടിട്ട്. അപ്പോൾ എല്ലാവരും പാടിയിരുന്നു. അപ്പോൾ ഞാനും 2-3 പാട്ടൊക്കെ പാടി.
എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. കുറേ പേര് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പാട്ട് പാടിയത് മാത്രം ജസ്റ്റ് അച്ഛനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഫേസൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല ആ വീഡിയോയിൽ. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ പാട്ട് പാടിയിരുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉടുപ്പി ക്ഷേത്രത്തിൽ നിന്ന് നേരെ വേറൊരു ടെമ്പിളിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നമ്മൾ അധികം നേരം നിന്നില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ ഗോകർണാഥേശ്വര ക്ഷേത്രത്തിലേക്കാട്ടോ വന്നിട്ടുള്ളത്. കുദ്രോളി ശ്രീ ഗോകർണ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ഒരു ക്ഷേത്രം ശിവൻ്റെ ഒരു രൂപമായ ഗോകർണാഥന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1912 അധ്യക്ഷ ഗോയ്കെ ബസാർ കോരഗപ്പയാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. മംഗലാപുരത്ത് നഗരത്തിലെ മധ്യഭാഗത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. അതുമാത്രമല്ല വിവിധ ദേവന്മാരുടെയും ദേവതകളുടെയൊക്കെ ചുമചിത്രങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഗോപുരം കേട്ടോ. ഒരുപാട് മലയാളികൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രം കേട്ടോ ഈ ഒരു ക്ഷേത്രം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവും മുരുടേശ്വർ ക്ഷേത്രം പിന്നെ ഉടുപ്പി അതുപോലെ തന്നെ എല്ലാവരും ഒരേ ടൈമിൽ വന്ന് വിസിറ്റ് ചെയ്യുന്ന കേട്ടോ ഈ ഒരു ക്ഷേത്രവും. ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഈ ഒരു ടെമ്പിളിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാരണം അത്രയും അടിപൊളിയാണ്. ഒരു ഗോൾഡൻ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ഈ ഒരു അമ്പലം. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു രാത്രിയാണ് ഇതിൻ്റെ കൂടുതൽ ഭംഗി നമുക്ക് എടുത്ത് കാണുന്നത്. ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗി തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് കൊത്തുപണികളും ആയിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത്. 60 ഫീറ്റാണ് കേട്ടോ ഈ ഒരു ഗോപുരത്തിൻ്റെ ഉയരം വന്നിട്ട്. ഈ ഒരു അമ്പലത്തിനും ഗോപുരത്തിനും ചുറ്റുമായിട്ട് അടിപൊളിയായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. എന്താ പറയുക, നല്ല ലൈറ്റിങ്ങിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ, ഒരുപാട് സ്റ്റോറീസ് പറയുന്ന ടൈപ്പ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് നേരം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ ചിലവഴിച്ചു കേട്ടോ. നല്ല ഭംഗിയിലുള്ള ഈ ഒരു ക്ഷേത്രം. എനിക്ക് ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്കിവിടെ വന്നപ്പോൾ. കാരണം ഫുൾ ഗോൾഡൻ കളറിലാണ് ഇത്. ഇതിൻ്റെ ലൈറ്റിങ്ങിലാണോ അറിയില്ല, ഇതിൻ്റെ ഭംഗി പറഞ്ഞത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിൽ കുറേ ചുമർ ചിത്രങ്ങളും കൊത്തുപണികളാണ് കേട്ടോ. കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു അമ്പലം കേട്ടോ ഈ ഒരു ക്ഷേത്രം. നമ്മളിന്ന് 4 അമ്പലങ്ങളാണ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 4 അമ്പലങ്ങളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലുള്ള യാത്രകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു അമ്പലം വ്ളോഗും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.